Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഓപ്ഷൻ എ ഓർ ബി ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പാർട്ട് എ നോക്കാം. ഹ്യൂമൻ ഐയുടെ പവർ ഓഫ് അക്കോമഡേഷൻ ഡിഫൈൻ ചെയ്യുക. അക്കോമഡേഷൻ പ്രോസസ്സിൽ മേജർ റോൾ പ്ലേ ചെയ്യുന്ന ഐയുടെ പാർട്ട് ഏതാണെന്ന് എഴുതുക. മാത്രമല്ല നിയർബൈ ഒബ്ജക്ട്സിനെയും ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെയും ഫോക്കസ് ചെയ്യുമ്പോൾ ഐയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? ഡിഫറന്റ് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയി കാണാൻ വേണ്ടി ഫോക്കൽ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐ ലെൻസിന്റെ എബിലിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ. ഈ പ്രോസസ്സിൽ മേജർ റോൾ പ്ലേ ചെയ്യുന്ന ഐയുടെ പാർട്ട് ആണ് സീലിയറി മസിൽസ്. ഇനി നിയർബൈ ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ലെൻസിന് സറൗണ്ടിംഗ് ആയിട്ടുള്ള സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ലെൻസ് തിക്കർ ആകുന്നു, അതായത് മോർ കോൺവെക്സ് ആകുന്നു. ഫോക്കൽ ലെന്ത് ഡിക്രീസ് ചെയ്യുന്നു, എന്നിട്ട് നിയർബൈ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നു. അതിന്റെ ഫലമായി ലെൻസ് തിന്നർ ആകുന്നു, അതായത് ലെസ് കോൺവെക്സ് ആകുന്നു. ഫോക്കൽ ലെന്ത് ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ട് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ആയ പാർട്ട് ബി നോക്കാം. സ്കൈയിൽ റെയിൻബോ ഫോം ചെയ്യുന്നത് കാണിക്കാൻ ഒരു റേ ഡയഗ്രം ഡ്രോ ചെയ്യുക. ഈ ഡയഗ്രത്തിൽ ഡിസ്പേർഷൻ നടക്കുന്ന പോയിന്റ് എ, ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന പോയിന്റ് ബി, റിഫ്രാക്ഷൻ നടക്കുന്ന പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്യുക. റെയിൻബോ ഒബ്സർവ് ചെയ്യാൻ വേണ്ടതു നെസസറി കണ്ടീഷൻസ് ലിസ്റ്റ് ചെയ്യുക. നമുക്ക് പാർട്ട് ബി ആൻസർ ചെയ്യാം. റെയിൻബോ ഫോർമേഷൻ കാണിക്കുന്ന റേ ഡയഗ്രം ഇതാണ്. ഈ ഡയഗ്രം ഒബ്സർവ് ചെയ്യൂ. പോയിന്റ് എയിൽ വെച്ച് സണ്ണിൽ നിന്നുള്ള വൈറ്റ് ലൈറ്റ് റെയിൻഡ്രോപ്പിലേക്ക് എൻ്റർ ചെയ്യുകയും അത് റിഫ്രാക്ട് ചെയ്യുകയും ഡിസ്പേഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് പോയിന്റ് ബിയിൽ അത് ഇന്റേണൽ റിഫ്ലക്ഷൻ വിധേയമാകുന്നു. ഫൈനലി പോയിന്റ് സിയിലൂടെ വീണ്ടും റിഫ്രാക്ട് ചെയ്ത് അത് ഒബ്സർവറുടെ കണ്ണിൽ എത്തുന്നു. ഇനി റെയിൻബോ ഒബ്സർവ് ചെയ്യാൻ വേണ്ടതു കണ്ടീഷൻസ് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ, സൺ വ്യൂവറുടെ ബാക്കിൽ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, അറ്റ്മോസ്ഫിയറിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പ്രസന്റ് ആയിരിക്കണം, യൂഷ്വലി ഒരു റെയിൻ ഷവറിന് ശേഷം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.